ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ വീട് പണിയുടെ അപ്ഡേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ കല്ലിടൽ ചടങ്ങൊക്കെ ആയിട്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ എപ്പോഴൊക്കെ നമ്മുടെ സൈറ്റിൽ പോകുമോ അപ്പോഴെല്ലാം ചെറിയ ചെറിയ വീടിൻ്റെ ആ ഒരു ക്ലിപ്പൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള ക്ലിപ്സൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അന്ന് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് കാണുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അത് തന്നെയാണ് വീടിൻ്റെ അപ്ഡേഷനിങ് ഒക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഏറ്റവും വലിയ സന്തോഷം, തോന്നുന്ന ആ ഒരു പ്രചോദനം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ആ ഒരു കമൻറ്റ്സ് കാണുമ്പോഴാണ്. അന്നത്തെ ആ വീഡിയോയിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റാണ്, എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് തന്നെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പള്ളിച്ചെല്ലുന്ന സ്ഥലത്താണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് റെൻറ്റ് ഹൗസ്, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി, അങ്ങനെ ഈ ഒരു ഏരിയയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീടൊക്കെ മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെയാണ് സ്ഥലമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പള്ളിച്ചലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ വീട് വെക്കുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മളെ അന്ന് ഉണ്ടായിരുന്ന കമൻറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഞാനത് ഓർമ്മിച്ച് വെച്ചിരുന്നതാണ്, അത് പറയണം എന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരു കുറച്ച് പേരെങ്കിലും അത് എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് സ്ഥലം എന്ന് കേട്ടോ. ഇതാണ്. എന്നാൽ ശരി, ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയിലുള്ള ചെറിയ ചെറിയ അപ്ഡേഷനൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞ അന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പില്ലറിന് വേണ്ടിയിട്ടുള്ള കോളംസ് ഒക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് തന്നെ JCB വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആ കുഴിയൊക്കെ എടുക്കാനായിട്ട്. അതായത് നമ്മുടെ പില്ലറിന് വേണ്ടിയിട്ടുള്ള കുഴികളൊക്കെ. അപ്പം നമ്മുടെ സൈറ്റ് വന്നിട്ട് ഒരു സൈഡ്, അതായത് പുറകുവശം വന്നിട്ട് കുറച്ച് ഹൈറ്റും ഫ്രണ്ടിൽ കുറച്ച് താഴ്ന്നിട്ടുമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പില്ലേഴ്സിൻ്റെ അളവും അങ്ങനെ തന്നെയായിരുന്നു. പുറകിലേക്ക് എടുക്കുന്ന പില്ലർ കുറച്ച് താഴ്ചയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള താഴ്ച കുറച്ച് കുറവായിരുന്നു. അങ്ങനെ കുറച്ച് നിരപ്പിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പില്ലേഴ്സൊക്കെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ്, നല്ല താഴ്ചയിൽ തന്നെയാണ് പുറകുവശമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ നല്ല നല്ല കട്ടിയായിട്ടുള്ള മണ്ണ് വേണം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല. അങ്ങനെ കുറച്ച് നല്ല കട്ടിക്കുള്ള മണ്ണൊക്കെ എത്തുമ്പോഴൊക്കെയാണ് അവരത് കറക്റ്റായിട്ട് നോക്കി ലെവലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ്, ഇതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ലെവലിലാണ് കറക്റ്റ് പില്ലേഴ്സിന് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് കുറേ കാര്യങ്ങളൊക്കെ അന്ന് ഗവൺമെൻറ് ആയിരുന്നു. ഇപ്പോൾ എനിക്കതൊക്കെ മറന്നു ഏകദേശമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ പില്ലറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പില്ലർ തന്നെ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിലൊക്കെ പില്ലേഴ്സൊക്കെ കറക്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ നിർത്തുക, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ബാക്കി ചാന്തും കാര്യങ്ങളൊക്കെ എല്ലാ ഓരോന്നിനും പ്രത്യേക അളവുകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ വീടിൻ്റെ ആ ഒരു പില്ലേഴ്സൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് രാവിലെയും രാത്രിയൊക്കെ വർക്കുണ്ടായിരുന്നു. വളരെ വേഗത്തിലാണ് പില്ലേഴ്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്, അതായത് നമ്മളിങ്ങനെ കുറച്ച് 3-4 ദിവസം അതങ്ങനെ നിർത്തിയിരിക്കണം എന്നുണ്ടല്ലോ പില്ലറൊക്കെ കെട്ടി കഴിഞ്ഞാൽ. അങ്ങനെ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആ ഒരു സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കംപ്ലീറ്റ് എടുത്ത മണ്ണൊക്കെ ഇട്ട് മൂടി അത് കറക്റ്റ് ലെവലാക്കി സെറ്റാക്കി. അതിനുശേഷം പിന്നീട് വരുന്നത് പ്ലിന്ത് ബീമാണ്. പ്ലിന്ത് ബീമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോളം തിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇതിനിടയ്ക്കൊക്കെ നമ്മുടെ ഈ വർക്കൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് QC ഒക്കെ വരാറുണ്ട് കേട്ടോ. ക്വാളിറ്റി ചെക്കേഴ്സൊക്കെ വന്ന് അതൊക്കെ നമുക്ക് വലിയ ഒരു ഹെൽപ്പായിട്ടാണ് തോന്നിയത്. വളരെ നല്ല കാര്യമായിട്ട് തോന്നി. കാരണം നമുക്ക് തന്നെ അറിയില്ല ഇത് കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൺസ്ട്രക്ഷൻ ടീമിനെ കുറിച്ച്. അപ്പോൾ അവർ തന്നെ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ എല്ലാവരെയും ഓരോ ആൾക്കാരെ എത്തിക്കുകയും അത് കറക്റ്റായിട്ട് അത് നോക്കുകയും നല്ല രീതിക്ക് തന്നെയാണോ ഇവിടെ വർക്കൊക്കെ നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് കൂടുതൽ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പ്ലിന്ത് ബീം നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ വരുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ് റൂംസൊക്കെ വരുന്നതെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ഓരോ കാര്യങ്ങളും, അതായത് വീട് പണിയുടെ ഓരോ സ്റ്റെപ്പും കാണുമ്പോഴും അതായത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതായത് ഞാനിങ്ങനെ വീടൊന്നും പണി ചെയ്യുന്നതൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല, പൂർത്തീകരിക്കുന്ന അങ്ങനത്തെ ആ ഒരു സ്റ്റെപ്പായിട്ടുള്ള വർക്കൊന്നും കണ്ടിട്ടില്ല. അപ്പം ഓരോന്നും ഇങ്ങനെ വീട് കെട്ടിപ്പൊങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഓരോ സ്റ്റെപ്പും ഇങ്ങനെയൊക്കെയാണെന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ സമയത്ത്
ചെറിയ ഒരു ചടങ്ങ് പോലെ. അതായത് ആദ്യത്തെ ആ ചാന്ത് കൂട്ടി അതിലേക്ക് നിറയ്ക്കുക എന്നുള്ളത് നമ്മൾ തന്നെയാണ് കേട്ടോ നിറച്ചത്. അതായത് ആ വീടിൻ്റെ ഗൃഹനാഥനും നാഥയായിട്ടുള്ള ആൾക്കാർ നിറയ്ക്കുക എന്നുള്ളത് അതൊരു വലിയ സന്തോഷമുള്ള, അതായത് നമ്മുടെ വീട് കെട്ടി പൊങ്ങുമ്പോൾ ആദ്യത്തെ ആ ഒരു ചട്ടി സിമെന്റ് അത് നമ്മുടെ കൈകൊണ്ട് വീഴുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് QC ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ക്വാളിറ്റി ചെക്കേഴ്സിനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും എത്രയാണ് ഈ ചാന്ത് ഇങ്ങനെ നിറയ്ക്കുന്നതിൽ, എത്ര സിമെന്റ് ചേരും, എത്ര ചല്ലി മെറ്റൽസ് ചേരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. മണൽ ആ ഒരു സാൻഡൊക്കെയാണ്, ഇപ്പം മണലൊന്നും കിട്ടാറില്ല, സാൻഡൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എത്ര അളവിന് ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, അതൊക്കെ അത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ തന്നെ ഒക്കെ നമുക്ക് ഇത്ര സമാധാനം, ഓക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ലേബേഴ്സ് വളരെ സ്പീഡപ്പ് ആക്കിയിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ചാന്തുകൾ നിറയ്ക്കുക. അതായത് കെട്ടി നിർത്തി വെച്ചിരുന്ന ആ സ്റ്റീലിന് മുകളിലേക്ക് ചാന്ത് നിറച്ച് ലെവൽ ചെയ്യുക. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു മോട്ടോർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ കറക്റ്റ് വൈബ്രേറ്ററൊക്കെ വെച്ച് അത് കറക്റ്റ്, അതായത് അതിനുള്ളിൽ ഇടയ്ക്കൊന്നും സിമെൻറ്റും ചല്ലി അതൊന്നും കയറി ഇങ്ങനെ എയറൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വൈബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത്. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ എനിക്ക് അവർ പറഞ്ഞു തന്നാണ് അറിയാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റ് ലെവലാക്കി. അന്നത്തെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ തന്നെയാണ് മാക്സിമം എല്ലാ സ്ഥലത്തു നിന്ന് തോന്നുന്നത്. ഫൗണ്ടേഷനൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും തോന്നും. അങ്ങനെ ഏകദേശം ആ ഒരു ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ഇവിടെ ഈ ഒരു റൂമിന് വലിപ്പം ഇത്ര ഉണ്ടാകും, ആ റൂം ഇവിടെയാണ്, കിച്ചൺ ഇവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മളാ ഒരു പ്ലാനിലല്ലേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം നമ്മൾ നേരിൽ കാണുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയായിട്ട്. പിന്നീട് ക്യൂറിങ് ടൈം ആയിരുന്നു. എന്നും വെള്ളം ഒഴിക്കുക, അതായത് നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അവിടെ ലേബേഴ്സൊക്കെ ഉണ്ട്, ലേബേഴ്സ് കറക്റ്റ് സമയത്ത് രാവിലെ വന്ന് വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. പക്ഷേ ഇരുന്നാലും നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ഇടയ്ക്കൊക്കെ പോയി വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. അങ്ങനെ ക്യൂറിങ്ങിന് ഒരു ചെറിയ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നീട് അവർ വെച്ചിരുന്ന ആ ഒരു തടി കഷ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം പൊളിച്ച് മാറ്റിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്തത് വാട്ടർ പ്രൂഫാണ്. അതായത് സാധാരണ ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കുറച്ച് ഇച്ചിരി വെള്ളമുള്ള പ്രദേശങ്ങളൊക്കെ, ഇച്ചിരി നനവുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യാറുള്ളത്. പക്ഷേ ഇരുന്നാലും ഇവിടെ അങ്ങനത്തെ ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇരുന്നാലും നമ്മൾ ആ ഒരു വാട്ടർ പ്രൂഫും കൂടെ ചെയ്തു പോയി. കാരണം ഇപ്പോൾ എല്ലായിടത്തും ആ വാട്ടർ പ്രൂഫിങ് ചെയ്യാറുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു എങ്ങാനും നനവ് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ വാട്ടർ പ്രൂഫിങ് ഒക്കെ ചെയ്തു കേട്ടോ. വാട്ടർ പ്രൂഫിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത് ഇതിനുള്ളിൽ ഫൗണ്ടേഷനുള്ളിൽ മണ്ണൊക്കെ നിറയ്ക്കുന്ന ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചായിരുന്നു. പിന്നീട് നമ്മൾ കല്ല് കെട്ടി തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കല്ല് കെട്ടിന് ആദ്യത്തെ കല്ല് വെച്ച് രാജൂസിയാണ് കേട്ടോ. അപ്പോൾ രാജൂസി ഫസ്റ്റ് കല്ല് വെച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു പുതുമയായിട്ടാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അതായത് ഫസ്റ്റ് ചാന്ത് നമ്മൾ ഇടുക, പിന്നെ ആദ്യത്തെ കല്ല് നമ്മൾ വെക്കുക, അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിലും ആദ്യത്തെ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. വലിയ സന്തോഷമുള്ള നിമിഷമൊക്കെ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞ് പിന്നെ കല്ലൊക്കെ കെട്ടിപ്പൊങ്ങി എല്ലാ സൈഡിലും കല്ലൊക്കെ ചുറ്റും വെച്ച് തുടങ്ങി. അതൊക്കെ പെട്ടെന്ന് തന്നെ അവരതൊക്കെ സ്പീഡപ്പായിട്ട് അത് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഇതൊക്കെ മാസങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു അത് അങ്ങനെ ഓരോ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓരോ വീഡിയോയുടെ ക്ലിപ്സൊക്കെ എടുത്ത് വെക്കാറുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ അവിടെ നിന്നിട്ട് സെൽഫി ആയിട്ടൊക്കെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. അത് ആ സമയത്ത് വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുക്കുന്നതാണ്. പക്ഷേ ചെയ്യാറില്ല, ചെയ്യാൻ സാധിക്കാറില്ല. അതൊക്കെ അങ്ങ് പോകും, പിന്നീട് അങ്ങ് ഇതാകും. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടി അപ്ഡേഷൻ ആയിട്ടുണ്ട് നമ്മുടെ വീട്. കല്ലൊക്കെ കെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും വീടിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ മനസ്സിലിങ്ങ് വരാൻ തുടങ്ങി. അതായത് നമ്മുടെ ആ റൂമാണെങ്കിലും ആ കിച്ചനും ഹാളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ കല്ലൊക്കെ വളരെ വേഗത്തിൽ തന്നെ എല്ലാ സൈഡിൽ നിന്നും ലേബേഴ്സ് നിന്ന് കെട്ടി ഇങ്ങനെ തുടങ്ങുമായിരുന്നു. അപ്പോൾ അത് ഓരോ സമയത്ത് ഇങ്ങനെ കെട്ടി പൊങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആ വീട് പൊങ്ങുന്നത് അത് കണ്ടു നിൽക്കാം. അതായത് എല്ലാ ദിവസവും പിന്നെ ഞാൻ അവിടെ ഹാജർ വെക്കുമായിരുന്നു. എല്ലാ ദിവസവും വന്ന് നോക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ എത്രത്തോളം ആയി എന്നൊക്കെ ഉള്ളത്. പിന്നെ കല്ലൊക്കെ കെട്ടുന്നത്, അതായത് സാധാരണ വെള്ളം നനച്ചിട്ട് ആണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടാങ്കൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടാങ്കിലൊക്കെ കല്ലൊക്കെ ഇട്ട് അത് കറക്റ്റായിട്ട് അതിൽ നിന്ന് തന്നെ എടുക്കുമായിരുന്നു. അതല്ലാതെയും ഓസൊക്കെ വെച്ചിട്ട് വെള്ളം നനയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കല്ലൊക്കെ കെട്ടി പൊക്കിയിട്ടുണ്ടായിരുന്നത്.
അന്ന് നമ്മുടെ കല്യാണ ചടങ്ങിൻ്റെ വീഡിയോയ്ക്ക് ശേഷം പിന്നെ ഒരുപാട് പേര് പല റെസിപ്പികളിലായിട്ട് വന്ന് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വീട് പണി എവിടം വരെ ആയിന്ന്. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതുവരെ ഈ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശമുള്ള വീഡിയോസൊക്കെ ഞാൻ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.